പേഴ്സണൽ ലൈഫിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ് അതിൽ. എൻ്റെ ആദ്യ ക്രഷ് ഇവളിലായിരുന്നു. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് 10th ലാസ്റ്റ് ഒരു ബോയിയുമായി ക്രഷിലായി. പക്ഷേ ആ റിലേഷൻഷിപ്പ് ഒരു മാസത്തോളമേ നിന്നുള്ളൂ. എനിക്കെന്തോ ആ റിലേഷൻ അത്ര അൺകംഫർട്ടബിൾ ആയിരുന്നു. എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു മാസത്തിന് ശേഷം ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. അതിനുശേഷം +1 നൂറ വരുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അവളോടൊരു ഇഷ്ടം തോന്നി, പ്രത്യേകിച്ച് അവളുടെ ചുണ്ട്. ഇത്തരം ചുണ്ടുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ചുണ്ടൊക്കെ TV-യിലേ കണ്ടിട്ടുള്ളൂ. +2 ആയപ്പോഴാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലായത്. ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞപ്പോൾ അവൾക്കും എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും +2 കഴിഞ്ഞിട്ട് എന്നെ എൻ്റെ ഫാദർ കൊണ്ട് ചേർത്തത് വുമൻസ് കോളേജിലാണ്. സ്ത്രീകളോട് മാത്രം ഇഷ്ടമുള്ള എന്നെ സ്ത്രീകളുടെ കോളേജിലാണ് കൊണ്ട് ചേർത്തത്. പക്ഷെ എനിക്ക് അവിടെ ആരോടും ക്രഷ് തോന്നില്ല, കാരണം ഞാൻ ഇവളുമായി റിലേഷൻഷിപ്പിലായിരുന്നല്ലോ. പിന്നെ ഞങ്ങളുടെ റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ നന്നായി ജീവിക്കില്ല എന്ന് പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ അതിനെയൊക്കെ മറികടന്ന് ഞങ്ങളിപ്പോൾ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ എത്തി നിൽക്കുന്നില്ല എൻ്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട്. അതിൽ വളരെ സന്തോഷത്തോടെയാണ് നൂറയുമായിട്ടുള്ള റിലേഷനെ പറ്റി പറഞ്ഞത്. ഇത് കേട്ടിട്ട് നൂറ വളരെ സന്തോഷത്തോടെ വന്ന് ആദിലെ കെട്ടിപ്പിടിക്കുന്നു. ആ വേദിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആദില നൂറയെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു. ഹൗസിലെ എല്ലാ അംഗങ്ങളും കൈയടിച്ചു.